ഒരു പ്രോപ്പർട്ടി ഓണറിന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ എന്താണെന്നറിയോ? ബയ്യറെ കിട്ടാത്തതല്ല, മറിച്ച് ബയ്യറായിട്ട് അഭിനയിക്കുന്ന കുറെ പേരാണ്. ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്താൽ 100 എൻക്വയറീസ് വരും. സർ, ലൊക്കേഷൻ എവിടെയാണ്, ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ, ലോൺ കിട്ടുമോ, ലാസ്റ്റ് എത്ര പ്രൈസിന് കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആ 100 എൻക്വയറീസിൽ 90 ആളും വെറും ടൈം പാസ് എൻക്വയറീസ് ആയിരിക്കും. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിളിക്കുന്നവർ. വാങ്ങാനുള്ള യാതൊരു പ്ലാനും ഉണ്ടാവില്ല. അതിലൊരു 8 പേർക്ക് പ്രോപ്പർട്ടി ഇഷ്ടപ്പെടും, പക്ഷെ ബജറ്റ് മാച്ച് ആവില്ല. 1 CR പ്രോപ്പർട്ടി നോക്കും, കയ്യിലുള്ളത് 70 ലക്ഷം. ലാസ്റ്റ് ആ 100 എൻക്വയറീസിൽ വെറും 2 പേര് മാത്രമേ സീരിയസ് ബയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. പ്രോപ്പർട്ടി കാണാനും ഡിസിഷൻ എടുക്കാനും അഡ്വാൻസ് കൊടുക്കാനും തയ്യാറായിട്ട് വന്നവർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഓണറിന്റെ ഫ്രസ്ട്രേഷൻ. ഈ 2 പേരെ കണ്ടെത്താൻ ഓണർ ബയേഴ്സ് ആയിട്ട് അഭിനയിക്കുന്ന മറ്റ് 98 പേരെ ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രോപ്പർട്ടി മാർക്കറ്റിൽ എൻക്വയറീസിന്റെ കൗണ്ട് അല്ല നോക്കേണ്ടത്, ക്വാളിഫൈഡ് ആയിട്ട് എത്ര ബയേഴ്സ് വന്നു എന്നുള്ളതിലാണ് കാര്യം. പ്രോപ്പർട്ടി സെയിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് 100K വ്യൂസും 10K ലൈക്സും ഉണ്ടാക്കലല്ല, 100 എൻക്വയറീസ് കൊണ്ടുവരലോ അല്ല. ആ സീരിയസ് ആയിട്ടുള്ള 2 ബയേഴ്സില്ലേ, അവരെങ്ങനെ കണ്ടെത്തും എന്നുള്ളതിലാണ് കാര്യം. അതിന് 1000 വ്യൂസ് ആയാലും മതി. അതിനൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ് വേണ്ടത്. പ്രോപ്പർട്ടി ഓണേഴ്സിന് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ കാര്യത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യും. താങ്ക്